നിർബന്ധിതമായി കടകൾ അടപ്പിക്കണം എന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗം വരികയും നടക്കില്ല എന്ന് പറഞ്ഞ് മറുവിഭാഗം പ്രതിഷേധം ഉയർത്തി വന്നു. അതാണ് നമുക്ക് എതിർ ശബ്ദങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നത്. അപ്പോൾ അമുസ്ലിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആയി. കോഴിക്കോടാണ് എന്താ കട തുറന്നാല് അപ്പോ ആട്ടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞു. എന്നാലൊന്ന് പൊട്ടിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഹിന്ദുക്കളൊക്കെ ഏകീകരിച്ച് അവരൊക്കെ അവരുടെ കടകൾ തുറന്നു. ഒരു ചുക്കും സംഭവിച്ചില്ല. ആ സംഭവത്തില് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വക്താവായ RV ബാബു ഉൾപ്പെടെ ശക്തമായ പ്രതികരണവുമായി ഉറച്ചു നിന്നു സമൂഹത്തില്. ഈ നോമ്പ് കാലത്ത് കടകൾ തുറന്നാല് മതവികാരം വ്രണപ്പെടുമെന്നും മത നിയമം, അതായത് ശരീഅത്ത് നിയമം അനുസരിച്ചിട്ടുള്ള ശിക്ഷയ്ക്ക് വിധിക്കുമെന്നുമാണ് ഇവര് പറഞ്ഞത്. എന്നാ പിന്നെ അങ്ങ് കാണട്ടെ എന്ന് പറഞ്ഞു RV ബാബു. നിങ്ങൾ അങ്ങ് ചെയ്ത് കാണിക്കും. പാകിസ്ഥാനിലെ പെഷവാറിനടുത്ത് മുഖദാർ ബീച്ചില് മലയാളത്തിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുവാണ്. മതേതര ഒരു ഫ്ലെക്സ് ബോർഡ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു പലരും ആ ഫ്ലെക്സ് ബോർഡ് പങ്കുവച്ചത് തന്നെ. നോമ്പ് മുഖദാർ എന്ന് പറയുന്ന പാകിസ്ഥാൻ മുക്കുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് മുഖദാർ ബീച്ചുകൾ ഉണ്ട്, ഒരുപാട്. സത്യത്തിൽ അത് പാകിസ്ഥാനിലല്ല, കേരളത്തിലെ മുഖദാർ ബീച്ചില് പ്രത്യക്ഷപ്പെട്ട ഒരു ബോർഡായിരുന്നു. ഇവര് ന്യായീകരിച്ചു വന്നതാണ്. പാകിസ്ഥാനിലെ മലയാളത്തില് ബോർഡ് ഇവരാരോടായി പറയുന്നത്? നോമ്പ് തുടങ്ങുന്നതിന് കുറച്ച് മുന്നോടിയായിട്ട് മുന്നറിയിപ്പ് എന്ന തരത്തില് കുറച്ച് ഫ്ലക്സ് ബോർഡുകളൊക്കെ സ്ഥാപിക്കപ്പെടും പലയിടങ്ങളിലും. കഴിഞ്ഞ വർഷങ്ങളിൽ അടച്ചിട്ടതുപോലെ ഈ വർഷവും നോമ്പ് കാലത്ത് നമ്മുടെ കട അടച്ചിടണമെന്നാണ് നമ്മുടെ മസ്ജിദിന്റെ ഒക്കെ നിർദ്ദേശമുള്ളത്. നമ്മുടെ ഇമാമ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഖദാർ മുഹമ്മദ് അലി കടപ്പുറം മുതൽ കണ്ണമ്പറമ്പ് പള്ളി വരെ, അതൊക്കെ ബീച്ച് റോഡുകളാണ്, അവിടെയൊക്കെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് ശക്തമായ രൂപത്തിൽ ഇവര് നിർദ്ദേശം നൽകുകയാണ്, തുറക്കരുത്. ചില ഹർത്താലുകൾക്ക് CPM ഗുണ്ടകൾ വന്നിട്ട് പറയുന്നത് പോലെ അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും പള്ളി കമ്മിറ്റികളും ഒക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ രണ്ടു കൂട്ടരും അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ സമൂഹ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തു. ശക്തമായ ചർച്ചയായി. ചാനലുകളിൽ, മുഖ്യധാരാ ചാനലുകൾ പോലും ആ വിഷയം ചർച്ചയ്ക്കെടുത്തു. അന്ന് സമൂഹ മാധ്യമങ്ങളിലെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായിട്ട് വന്നു. ഹിന്ദുക്കൾ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ വഴിയോര കച്ചവടം നടത്തുന്നുണ്ട്. ബീച്ച് റോഡ് ആയതുകൊണ്ട് നല്ല അത്യാവശ്യം തിരക്കുമുണ്ടാകും. ഉന്തുവണ്ടിയിലും മറ്റുമൊക്കെ ഭക്ഷണ സാധനങ്ങളുടെ കച്ചവടം നടത്തുന്ന സാധാരണക്കാരായ കൂലിപ്പണിക്കാരാണ് അവര്. അവർക്ക് സക്കാത്തിന്റെ വിഹിതങ്ങളൊന്നും കിട്ടാനില്ല. അവര് പോയിട്ടില്ലെങ്കിൽ അവരുടെ കുടുംബം പട്ടിണിയാണ്. അപ്പൊ മലപ്പുറത്തുൾപ്പെടെ ഈ നോമ്പ് കാലത്ത് മുസ്ലിം അല്ലാത്ത ഇതര വിശ്വാസികളുടെ കടകൾ വരെ നിർബന്ധിതമായി അടപ്പിക്കുന്നത് നമുക്ക് വീണ്ടും ചർച്ചയ്ക്കെടുത്തേ മതിയാകൂ. ഈ സമയത്താണ് മുഖദാറിലെ വ്യാപാരികൾക്ക് നേരെ ഭീഷണിയുമായി ഒരു സംഘം മതവിശ്വാസികൾ, മതതീവ്രവാദികൾ എത്തുന്നത്. അതേ സമയത്ത് ഈ കച്ചവട കേന്ദ്രങ്ങളുടെ മറ പിടിച്ച് മയക്കുമരുന്ന് വിൽപ്പനകളും അനാശാസ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നും അത് തടയാൻ വേണ്ടിയിട്ടാണ് തീരുമാനമെന്നും ഒക്കെ പള്ളി കമ്മിറ്റിക്കാർ ന്യായീകരിച്ചു. ഈ ഒരു മാസമേ ഉള്ളൂ ഇത്, മറ്റു മാസങ്ങളിലുമില്ലേ? അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി പള്ളി കമ്മിറ്റി രാത്രി കച്ചവടം ഒഴിവാക്കണമെന്ന് പറയുവാണെന്ന് പറഞ്ഞ് ന്യായീകരണ കമ്മിറ്റിക്കാർ വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മയക്കുമരുന്നും ഒക്കെ മറ്റു മാസങ്ങളിലും ഉണ്ടല്ലോ. ആ സമയത്ത് രാത്രി കച്ചവടം തടയാൻ എന്തുകൊണ്ടാണ് വരാത്തത്? രാത്രി നമസ്കാരം നിർബന്ധമാണ്. റമദാൻ സമയത്ത് ദീർഘമായി രാത്രി സമയം നിന്ന് നമസ്കരിക്കും. അതിനൊന്നും വരാതെ കച്ചവടത്തിലേക്ക് പോകുന്ന ആളുകളെ പള്ളിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണെന്ന് വേറെ ഒരു ന്യായീകരണ കമ്മിറ്റി. വർഷത്തില് 11 മാസം കച്ചവടം ചെയ്യുന്നതിനെ ഇവരെ എതിർക്കുന്നില്ല. സാമൂഹ്യ വിരുദ്ധരെ ഇവരെ എതിർക്കുന്നില്ല. ഈ റമദാൻ എന്ന ഒരു മാസത്തിൽ മാത്രം ഇവർക്ക് എന്ത് രൂപത്തിലുള്ള സാമൂഹ്യ സദാചാര ബോധമാണ് ഉണ്ടായത്? അപ്പോ ഇതൊക്കെ പലതിനും വേണ്ടിയുള്ള ഒരു മറ മാത്രമാണ്. അതല്ലാതെ ഇവർക്ക് എന്തെങ്കിലും സമൂഹത്തില് നമുക്കൊരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്, അത് നമുക്ക് ചെയ്തു തീർക്കണം എന്നൊന്നുമുള്ള ഒരു മൊറാലിറ്റിയുടെ ഭാഗമല്ല ഇത്. അതായത് ഞങ്ങൾ പട്ടിണി കിടക്കുന്നു, നിങ്ങളും പട്ടിണി കിടക്കണം. നമ്മൾ വിശന്ന് വലഞ്ഞ് ഈ പൊരുവെയിലിൽ ജീവിക്കുമ്പോ നിങ്ങൾ അത്ര സുഖത്തിൽ ജീവിക്കണ്ട. ഒന്നതാണ്. രണ്ട്, നമ്മൾ കട നടത്തിയാലും കാഫിറുകൾ വന്നിട്ടാണ് ഈ കഴിക്കുന്നത്.
കാരണം ഇവര് നമുക്കറിയാമല്ലോ ഏത് രൂപത്തിലാണ് ഇവരുടെ ഭക്ഷണം ഹലാലാക്കി കൊടുക്കുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് റമദാൻ മാസമാകുമ്പോഴേക്ക് ഹലാലുകൾ കൂടും. കാരണം ഇവർക്ക് തുപ്പിയും ഒക്കെ ആക്കി ഇവർക്ക് ഹലാല് കൊടുക്കണം. ഇവർക്കറിയാം ആ സമയത്ത് മുസ്ലിങ്ങൾ വരത്തില്ല. അതുകൊണ്ട് നോമ്പ് കാലത്ത് സംഘടിതമായി ഇവര് ഒരുപക്ഷെ ഹോട്ടലുകൾ അടച്ചിടും. എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പലപ്പോഴും ഇവര് തുറക്കും. മുമ്പ് പാകിസ്ഥാനില് 2 പേര് റമദാൻ മാസത്തിൽ പിടിക്കപ്പെടുവാണ്. ആലോചിക്കണം ഇവരുടെ മനസ്സിന്റെ ചിന്താഗതി എന്താണെന്ന്. ഇവരെ കാഷ്ടിച്ച് അത് ഭക്ഷണത്തിൽ ഇട്ട് കൊടുത്തേക്ക് ആളുകൾക്ക്. അങ്ങനെ കുറച്ചാളുകൾ വന്ന്, വലിയ വാർത്തയായിരുന്നു അത്. കുറച്ചാളുകൾ വന്ന് ഭക്ഷണം കഴിച്ചവർക്കൊക്കെ അസുഖം. ലോകത്തേതെങ്കിലും മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇവര് എന്തെല്ലാം ഇതിനാണ് നമ്മൾ അക്ഷരം ചെറ്റകൾ ചെയ്യുമെന്ന് പറയുന്നത്. അതെ, അതാണ് ഇവരെ തുപ്പിയും ഒക്കെ ഇവര് ഹലാലാക്കും. എന്നിട്ട് നോമ്പ് കാലത്ത് അമുസ്ലിങ്ങൾ നമ്മുടെ കടകളിൽ വരണ്ട. മുമ്പ് ഇപ്പൊ തന്നെ ഇപ്പോഴുണ്ട് കേട്ടോ, മലപ്പുറത്തുമുണ്ട്, കണ്ണൂരുമുണ്ട്. ഹലാൽ ജുവലറി ഉണ്ട്. അയാൾ പറയുന്നത് അമുസ്ലിങ്ങളുടെ കച്ചവടം എനിക്ക് വേണ്ട, താലി കുരിശ് പോലത്തെ സാധനങ്ങളൊന്നും എനിക്കില്ല, എനിക്ക് അവരുടെ കച്ചവടം വേണ്ട. എന്റെ കടയില് മുസ്ലിങ്ങൾ മാത്രം വന്നാൽ മതി. മാപ്പിളമാരുടെ പുതിയ പുതിയ ഡിസൈൻസ് ആണ് ഞാൻ കൊടുക്കുന്നത്. എനിക്ക് അതായത് ബിസിനസ് എല്ലാ മേഖലകളിലും നമ്മൾ മാത്രം മതി ബിസിനസ്സിന്. ഇറച്ചി മീനിലും മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ. ഇങ്ങനെ ഇപ്പൊ ഹലാൽ ജ്വല്ലറി എല്ലാവരും അങ്ങോട്ട് തന്നെയല്ലേ പോകും മുസ്ലിങ്ങള്. കാരണം നമ്മുടെ കച്ചവടം അവർക്ക് കിട്ടിയാൽ മതി. അങ്ങനെ മരണ വീടുകളില് അന്യമതസ്ഥരെ വിലക്കി ഇവര്. ഇയാള് ജീവിച്ചിരുന്ന കാലത്ത് മുഴുവനും അന്യമതസ്ഥരുമായിട്ട് ഇടപഴകിയ ആളാ. എന്നിട്ട് ഇയാള് മരിച്ചു കഴിയുമ്പോൾ അന്യമതസ്ഥര് കാണാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോഴല്ലേ വൈകാരികതകൾ ഉണ്ടാകുന്നത്. മരിച്ചു കഴിയുമ്പോ പിന്നെ മനുഷ്യൻ എന്ത്? അങ്ങനെ മതം മാത്രം നോക്കി, ഡോക്ടറെ മതത്തിൽ നോക്കി. ടാക്സി വിളിക്കുമ്പോൾ, കടകളില് മരുന്ന് വാങ്ങാൻ പോകുമ്പോ, കച്ചവടം, കൊടുക്കല്, വാങ്ങലുകള്, വിൽക്കലുകള് എല്ലാം നമുക്ക് ഞമ്മന്റെ ആളുകളുമായിട്ട് മാത്രം മതി. അങ്ങനെ നമ്മുടെ ആളുകളാകുമ്പോ വില കുറച്ചും കൂട്ടിയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ നഷ്ടം ഇതര മതസ്ഥരിൽ നിന്ന് കൂട്ടിയെടുത്ത് നികത്തല് എന്ന ഒരു രീതി കൂടി ഇവർ അവലംബിച്ചു. ഭൂമി വിൽക്കുമ്പോ സ്വന്തം ആളുകൾക്ക് മാത്രം വിൽക്കുക. ഹിന്ദുവിന്റെ ഭൂമി പണമുള്ള മുസ്ലിങ്ങളെ കൊണ്ട് വാങ്ങി കൂട്ടണം. ഓണസദ്യ ഹറാമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. കല്യാണ ചടങ്ങിനിടെയുള്ള മതപ്രഭാഷണങ്ങൾ എന്തെല്ലാം രൂപത്തിൽ ഇവര് നമ്മുടെ നാടിനെ പാകിസ്ഥാൻവൽക്കരിക്കാൻ ശ്രമിച്ചു. മറ്റു മതങ്ങളിലെ പെൺകുട്ടികളെ തെരഞ്ഞു പിടിച്ച് ലവ് ജിഹാദിന് ഇരയാക്കുക. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഉണ്ട് എന്ന് പറയുന്ന പാലാ ബിഷപ്പിന്റെ തല വെട്ടാൻ ആഹ്വാനം ചെയ്യുക. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ പ്രായമായ ആളുകളിൽ വരെ ഈ മതത്തിന്റെ ഈ മാലിന്യം, മാരകമായ ഈ വിദ്വേഷം, ഈ വിഷം കുത്തി നിറയ്ക്കുന്ന മദ്രസകൾ മുതൽ തുടങ്ങണം ഒരു പരിഷ്കരണം. മൊത്തം റീസ്റ്റോർ ചെയ്യണം. അഴിച്ചു പണിയേണ്ടി വരും. തലേക്കെട്ട്, തട്ടം, തൊപ്പി, താടി, പണ്ഡിതന്മാരുടെ വിഷപ്രഭാഷണങ്ങള്. ഇനിയിപ്പോ നോമ്പ് കാലമായല്ലോ, ഇനി ബൈജു ശ്രദ്ധിച്ചു നോക്കിക്കോ. ലൈംഗികതയെ കുറിക്കുന്ന വാർത്തകൾ അല്ലാതെ ഉസ്താദുമാരുടെ യൂട്യൂബിൽ ഉണ്ടാവില്ല. നോമ്പ് കാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ, നോമ്പ് കാലത്ത് പ്രവാചകന്റെ ഭാര്യയുടെ ചുണ്ടുറിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഈ കാമകഥകളും ഈ കളികളും കുളികളും മാത്രം പറഞ്ഞ് സുഖിക്കുക എന്ന ഒരു ഞരമ്പ് രോഗം ഇപ്പൊ തന്നെ ഇവരിൽ ഉടലെടുക്കും. എല്ലാ നോമ്പ് കാലത്തും സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. അതായത് നമ്മളൊക്കെ എത്രയോ സ്നേഹത്തിൽ ജീവിച്ചിരുന്നതാണ്. എത്ര സ്നേഹത്തിലും സഹകരണത്തിലും. നമ്മൾ ഇങ്ങനെയൊന്നും പ്രത്യേകമായ ഒരു മതവിഭാഗത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. പരസ്പരം നമുക്കിടയിലുള്ള സ്നേഹവും ഐക്യവും ഇല്ലാതാക്കിയത് എങ്ങനെയാണ്? അന്യമത വിരോധം പഠിപ്പിക്കുന്നതിലൂടെയാ. സംഘടിതമായി ഒരു നൈതികതയും നോക്കാതെ, ഒരു നീതിബോധവും നോക്കാതെ, ഒരു മാനുഷിക പരിഗണനകളും കൊടുക്കാതെ, ജനാധിപത്യ മൂല്യങ്ങളെ അവഗണിച്ച് ഇതര മതവിഭാഗങ്ങളെ ആശയപരമായി, ആദർശപരമായി അവസരം കിട്ടുമ്പോൾ ശാരീരികമായി, ഫിസിക്കലി ആക്രമിച്ചു. റോഡ് അപകടങ്ങളിലൊക്കെ ഏകപക്ഷീയമായി മതം നോക്കി ഇടപെടുന്ന വാർത്തകൾ എമ്പാടും കണ്ടവരാണ് നമ്മൾ. അതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് കൈകഴുകാൻ പറ്റില്ല. ഇതര മതസ്ഥരുടെ ഉത്സവ പറമ്പുകളിൽ വന്ന് സംഘർഷം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ്. മറ്റു മതവിശ്വാസികളുടെ ആഘോഷങ്ങളിൽ പോയി
പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് കണ്ടവരാണ് നമ്മള്. ഇതൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അങ്ങനെ തുടങ്ങി നോക്കുമ്പോ ഹിന്ദുക്കളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു, ക്രിസ്ത്യാനികളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. അതല്ല, നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ ശരിയാകില്ല എന്നവർ മനസ്സിലാക്കി അവരും ആ വിഷയത്തിൽ പ്രതികരിക്കാൻ ഒന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ ഇപ്പോൾ സ്നേഹസംവാദങ്ങളില്ല. വരൂ നമുക്ക് ബൈബിളിന്റെ ദൈവികത പരിശോധിക്കാം. ഇല്ല. നിച്ച് ഓഫ് ട്രൂത്തിന്റെ കീഴില് MM അക്ബർ തുടങ്ങി വെച്ച ഈ സ്നേഹസംവാദം എന്ന പരിപാടി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വെറും ഒരു അന്യമത വിരോധം മാത്രമായി മാറി. അങ്ങനെ വർഗീയത ഒരു കാലത്ത് വിതച്ചു. ഇന്നവരെ മതേതരത്വം പറഞ്ഞ് നെഞ്ചിലിടിച്ച് മോങ്ങിയിട്ട് കാര്യമില്ല. അന്ന് വർഗീയതയും ഭീകരതയും വിതച്ചവർ ഇന്നത് കൊയ്തെടുത്തേ മതിയാകൂ. ഇത് കാലം കാത്തുവെച്ച കാവ്യനീതിയാണ്. ഇതിൽ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഹോട്ടലിൽ പോയി. അപ്പോൾ അത് അവര് കുടുംബപരമായിട്ട് കാറ്ററിംഗ് ഒക്കെ ആയിട്ട് നടത്തുന്ന ഒരു വലിയ ടീം. അപ്പൊ അവന്റെ അച്ഛനിപ്പം വീട്ടില് ഇതുപോലെ തന്നെ കല്യാണ സദ്യകൾ, അത് മുസ്ലിങ്ങളായാലും ക്രൈസ്തവരായാലും ഹിന്ദുസ് ആയാലും ഗംഭീരമായിട്ട് നോണും അതുപോലെ വെജിറ്റേറിയൻ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകന്റെ ഹോട്ടലിലാണ് ഞാൻ പോയത്. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല ടേസ്റ്റി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട്. അത്തരത്തിൽ അപ്പൊ അവനോട് ചോദിച്ചു, മോനെ അച്ഛന് ഇപ്പൊ വർക്കൊക്കെ ഉണ്ടോ? അച്ഛന് ആദ്യം ടാപ്പിംഗുകാരനായിരുന്നു പുള്ളി, ഇപ്പൊ പിന്നെ ഈ കാറ്ററിംഗിലേക്ക് തിരിഞ്ഞതാണ്. അപ്പൊ ടാപ്പിംഗ് ഒന്നും ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് പൂർണ്ണമായിട്ട് ഈ കാറ്ററിംഗിലായതുകൊണ്ട് കല്യാണ സദ്യ വെക്കാൻ പോയ ഒരു കഥ അവൻ പറഞ്ഞു. അവൻ പറഞ്ഞത്, ഒരു ബാപ്പു എന്ന് പറയുന്ന ഒരു മുസൽമാൻ, ഈ മുസൽമാന്റെ കല്യാണത്തിന് ഏറ്റവും ജനകീയമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ ബാപ്പു. ഈ ബാപ്പു എന്ന് പറയുന്ന ഈ ചങ്ങാതി ഇദ്ദേഹത്തെ വിളിക്കുന്നു, ഹിന്ദു നാമധാരിയായിട്ടുള്ള അദ്ദേഹത്തെ വിളിക്കുന്നു. അതിൽ സദ്യയും അതിന്റെ കൂടെ ചിക്കനുമാണ് വിഭവങ്ങൾ. ആലോചിച്ച് നോക്കണം, സദ്യയും അതിന്റെ കൂടെ ഒരു ചിക്കൻ വിഭവം. ചിക്കൻ എന്ന് പറഞ്ഞാൽ വറുത്തെടുത്ത ചിക്കൻ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ വെജും നോൺ വെജും കൃത്യമായിട്ട് ചെയ്യുന്ന ഈ ഹിന്ദു നാമധാരിയായിട്ടുള്ള ഈ കുക്കിംഗ്, ഈ പാചകക്കാരൻ തന്നെയാണ് അദ്ദേഹം വിളിക്കുന്നത്. കാരണം ഇദ്ദേഹം വളരെ സുപരിചിതനാണ്. ഈ ബാപ്പു എന്ന് പറയുന്ന ആളുകളായിട്ട് വളരെ മതേതരത്വത്തിന്റെ വലിയ കൊടിയും പിടിച്ച് നടക്കുന്ന ആളാണ് എന്നൊക്കെയാണ് വെപ്പ്. പക്ഷെ അയാളുടെ യഥാർത്ഥ സ്വഭാവം അന്ന് കൃത്യമായിട്ട് കണ്ടത് ഈ മകൻ വെളിപ്പെടുത്തി കണ്ടത് വലിയ രസകരമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയാണ് അവൻ പറയുകയാണ്, ബൈജുവേട്ടാ ഇങ്ങനെ സദ്യ അച്ഛൻ ഉണ്ടാക്കുന്നത് കൂട്ടത്തിലാണ് ഈ ബാപ്പു പറയുകയാണ്, ചേട്ടാ ഇങ്ങനെ ഇതുകൂടിയുണ്ട്, അതിന് നമ്മുടെ വേറെ ഒരു മുസ്ലിം നാമധാരി കുക്കിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഹിന്ദു ആയിട്ടുള്ള പാചകക്കാരൻ പറഞ്ഞു, ബാപ്പു എന്തിനാണ് ബാപ്പു, ആകെ 1/2 മണിക്കൂർ മതി, ഞാൻ ചെയ്തു തരാം, അതിന് നീ എനിക്ക് 1 രൂപ തരണ്ട, ഓൾറെഡി ഞാൻ ഇവിടെ സദ്യ ഉണ്ടാക്കുന്നുണ്ട്, നീ ഇതിനു വേണ്ടി എനിക്ക് 1 രൂപ നീ അധികം തരേണ്ട, നീ ആ സാധനം ഇവിടെ എത്തിച്ചാൽ മതി, ഞാൻ അത് ഉണ്ടാക്കി തരാം, 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ ഉണ്ടാക്കി തരാം, വെറുതെ എന്തിനാണ് നീ ആ മറ്റൊരു ചങ്ങാതിയെ വിളിക്കുന്നു, അവൻ അതിന്റെ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നു, ഒരുപാട് റിസ്ക് ഉണ്ടാക്കി എടുക്കുന്നത്. അതിൽ ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പൊന്നു ചേട്ടാ അതൊക്കെ വേറെ കാര്യം, നിങ്ങൾ എനിക്കുമായിട്ടുള്ള ബന്ധം നമ്മൾക്കറിയാലോ, നാട്ടിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളോടൊക്കെ ഇടപെടുന്നതെന്ന് അറിയാലോ, പക്ഷെ ഇവിടെ എനിക്ക് ഈ സാധനം നോൺ വെജ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുന്ന മതപുരോഹിതന്മാർ ഇവർ അത് നോട്ട് ചെയ്യും. അതായത് ഇവിടെ വന്നതിന് ശേഷം ഇവർ ആദ്യം ചോദിക്കുക, ആരാണ് ഭക്ഷണം ഉണ്ടാക്കിയത്, ഭക്ഷണം ഉണ്ടാക്കിയത് ഈ പറയുന്ന ഹിന്ദു നാമധാരി മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വലിയ പ്രശ്നമാണ്. പക്ഷെ ഞങ്ങൾ അവരോട് പറയുക ഈ മുസ്ലിം നാമത്തിലുള്ള ആളിന്റെ പേര് മാത്രമാണ്, അവിടെ ഹിന്ദു നാമത്തിലുള്ള ഈ പാചകക്കാരൻ അപ്രസക്തമാണ്. അപ്പം സദ്യ കൃത്യമായിട്ടും ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷെ കൃത്യമായിട്ട് ഹിന്ദു പാചകക്കാരാണ് ഗംഭീരമായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് ആ രുചി ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഹിന്ദുവിനെ വിളിച്ചത്. അല്ലാതെ അവരുടെ ആ ഇത് പ്രകാരം ഹലാൽ ഫുഡ് അല്ലെങ്കിൽ ഹറാം ഫുഡ് ഹിന്ദു ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഹറാം ഫുഡ് ആണല്ലോ, ഈ ഹറാം ഫുഡ് അവർക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ രുചികരമായിട്ട് ഭക്ഷണം ഹിന്ദുക്കളായിട്ട് ക്രൈസ്തവരും വരുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തെ വിളിക്കുന്നു. അത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നിപ്പോൾ അവർക്ക് കാറ്ററിംഗ് ജോലി കിട്ടുന്നില്ല. കാരണം ഇത് നടക്കുന്നത് തന്നെ ഏകദേശം 1 വർഷം മുൻപാണ്. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിയതിന് ശേഷം ആ പയ്യൻ പറയുന്ന, അച്ഛന് ഇന്ന് പണിയില്ല വൈജു കേട്ടാ, ആരും വിളിക്കുന്നില്ല. കാരണം ഇവിടെ കല്യാണത്തിന്, ഒരു ഹിന്ദുവിന്റെ കല്യാണത്തിന് വരുന്നതും ഈ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങൾ പോലും ഇന്ന് ആരാണ് പാചകക്കാരൻ എന്നൊക്കെ നോക്കുന്ന ആ രീതിയിലേക്ക് നമ്മുടെ അവസ്ഥ മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു ഹിന്ദു നാമധാരിയായിട്ടുള്ള വ്യക്തി ഒരു ഹിന്ദുവിന്റെ കല്യാണത്തിന് നോൺ വെജ് ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും, അതല്ലെങ്കിൽ വെജ് ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും അവിടെ തൊട്ടയൽപ്പക്കത്തുള്ള ഒരു മുസ്ലിം അത്ര കണ്ട്